ജീവിതത്തിൽ തോറ്റുപോയവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ മുഴുവനും കാണുക. ജാനുവരി 2, 1902 അമേരിക്കയിലെ ഇലിനോയ്സിലെ ഹെൻറി മാർട്ടിനിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ ഗ്രേസിനും ഒരു മകൻ പിറക്കുന്നു. ആ മകനവർ നൽകിയ പേര് ജെയിംസ് മാർട്ടിനി എന്നായിരുന്നു. ജെയിംസ് ആ കുടുംബത്തിലെ 14 മക്കളിൽ 9ാമനായിരുന്നു. ജെയിംസിന്റെ കുട്ടിക്കാലത്ത് അവൻ റേഡിയോ പാർട്ടുകളും മറ്റു ഉപകരണങ്ങളും അടിച്ചു പണിയുമായിരുന്നു. അങ്ങനെ ജെയിംസ് ഒരിക്കൽ ഒരു ക്രിസ്റ്റൽ സെറ്റും റേഡിയോ ട്രാൻസ്മിറ്ററും ഉണ്ടാക്കുന്നു. അതുപയോഗിച്ചുകൊണ്ട് ജെയിംസ് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് അമേരിക്കൻ നേവി അവന്റെ വീട്ടിൽ നിന്നും അത് എടുത്തുകൊണ്ടുപോകുന്നു. പിന്നീട് ജെയിംസ് ഒരു ഓട്ടോമോട്ടീവ് സ്കൂളിൽ പഠിച്ച് ഒരു മെക്കാനിക്കായി ജോലി ആരംഭിക്കുന്നു. അങ്ങനെയിരിക്കെ ജെയിംസിന്റെ 22ാമത്തെ വയസ്സിൽ അവന്റെ അമ്മ മരണപ്പെടുന്നു. അതോടുകൂടി വീട് വിട്ടിറങ്ങിയ ജെയിംസ് ബാൾഡ്വിൻ റേഡിയോ കമ്പനിയിൽ ജോലിക്ക് കയറുന്നു. അവിടെ നിന്നും കെൻ ഡക്കറിനെ പരിചയപ്പെടുന്നു. പിന്നീട് ജെയിംസും ഡക്കറും ലാൻസിംഗ് മാനുഫാക്ചറിംഗ് കമ്പനി എന്നൊരു ലൗഡ് സ്പീക്കർ കമ്പനി ആരംഭിക്കുന്നു. അവരുടെ കമ്പനി 2ാം ലോക മഹായുദ്ധവും ഗ്രേറ്റ് ഡിപ്രഷനും എല്ലാം അതിജീവിക്കുന്നു. അപ്പോഴാണ് ജെയിംസ് അവന്റെ പേരിലെ മാർട്ടിനി മാറ്റിയിട്ട് ജെയിംസ് ബുള്ളോഗ് ലാൻസിംഗ് എന്ന പുതിയ പേര് സ്വീകരിക്കുന്നത്. അങ്ങനെയിരിക്കെ ജെയിംസ് ആ വാർത്ത അറിയുന്നു. കെൻ ഡക്കർ ഒരു പ്ലെയിൻ അപകടത്തിൽ മരണപ്പെട്ടു. അതോടുകൂടി ജെയിംസിന്റെ കമ്പനി നഷ്ടത്തിലായി. അങ്ങനെ ആ കമ്പനി വിറ്റ ജെയിംസ് മറ്റൊരു കമ്പനി ആരംഭിക്കുന്നു. അതിന് ജെയിംസ് നൽകിയ പേര് അവന്റെ മുഴുവൻ പേര് തന്നെയായിരുന്നു, ജെയിംസ് ബുള്ളോഗ് ലാൻസിംഗ്. എന്നാൽ അവിടെയും പ്രശ്നങ്ങൾ വന്നപ്പോൾ ജെയിംസ് ജീവിതം മടുത്തു. അങ്ങനെ തന്റെ 47ാം വയസ്സിൽ ജെയിംസ് ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ അവിടെ കൊണ്ട് കഥ അവസാനിക്കുന്നില്ല. ഇന്ന് കിലോമീറ്ററുകൾക്കപ്പുറം ഈ കൊച്ചു കേരളത്തിൽ വരെ ടൂറിസ്റ്റ് ബസ്സുകൾ മുതൽ ഓട്ടോറിക്ഷകൾ വരെ ജെയിംസിന്റെ കമ്പനിയുടെ സബ് വൂഫറുകൾ ഘടിപ്പിച്ചാണ് പായുന്നത്. ഈ പറഞ്ഞു വരുന്നത് ജെയിംസ് ബുള്ളോഗ് ലാൻസിംഗിന്റെ JBL എന്ന കമ്പനിയെ പറ്റിയാണ്. ആ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടിൽ വെളുത്ത 3 അക്ഷരങ്ങൾ അതൊരു ഇതിഹാസത്തിന്റെ ചിഹ്നമാണ്. ജെയിംസ് ബുള്ളോഗ് ലാൻസിംഗ് എന്ന ഇതിഹാസം.